നമസ്കാരം, മെട്രോ മാറ്റിനിലേക്ക് സ്വാഗതം. ബാലയും അമൃത സുരേഷുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം മകളുടെ സംരക്ഷണം അമൃതയ്ക്കാണ്. ഒരു സമയം വരെ ബാലയ്ക്ക് മകളെ കാണാൻ അനുവാദം കോടതി നൽകിയിരുന്നു. എന്നാൽ പിന്നീട് അത് അവസാനിച്ചു. ഏറെ നാളുകൾക്ക് ശേഷം 1 വർഷം മുമ്പ് ആശുപത്രിയിൽ കരൾ രോഗം മൂർച്ഛിച്ചു കിടന്നപ്പോഴാണ് ബാലയെ കാണാൻ അവന്തിക എത്തിയത്. അന്ന് മകൾ തന്നെ കാണാൻ വന്നത് വലിയ ആശ്വാസമായിരുന്നുവെന്നും ബാല തന്നെ പിന്നീട് പറഞ്ഞിരുന്നു. 2010-ലാണ് ബാലയും അമൃതയും വിവാഹിതരായത്. ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു. അമൃതയുമായി വേർപിരിഞ്ഞ ശേഷം ബാല ഡോക്ടർ എലിസബത്തിനെ വിവാഹം ചെയ്തിരുന്നു. അമൃത പിന്നീട് സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായി പ്രണയത്തിലായി. മകളെ മനഃപൂർവ്വം അമൃത തന്നെ കാണിക്കാത്തതാണെന്ന തരത്തിൽ പലപ്പോഴായി ബാല ആരോപണം ഉന്നയിച്ചെത്തിയിരുന്നു. ഇതിന് താനും ബാലയും തമ്മിലുള്ള വിവാഹമോചനത്തിന്റെ സമയത്ത് ഒപ്പിട്ട നിബന്ധനകൾ അടക്കം പുറത്തുവിട്ട അമൃത മറുപടിയും നൽകിയിരുന്നു. വിവാഹമോചനത്തിന് ശേഷം ഒരു തവണ പോലും മകളെ കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബാല മെസ്സേജ് അയക്കുകയോ മെയിൽ അയക്കുകയോ ചെയ്തിട്ടില്ല. സോഷ്യൽ മീഡിയയിലൂടെ മകളെ കാണിക്കുന്നില്ലെന്ന് പറയുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നെ തേജോവധം ചെയ്യാനും ഞാൻ കുട്ടിയെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു പരത്താനും വേണ്ടി മാത്രമുള്ള പ്രവൃത്തിയാണത്. അല്ലാതെ മോളെ പിടിച്ചു വെച്ചിട്ടില്ല. ഈ നിമിഷം വരെ നിയമം പറയുന്നതേ ചെയ്തിട്ടുള്ളൂ. ഇതുവരെ നിയമം തെറ്റിച്ചിട്ടില്ല. അച്ഛനെന്ന് വലിയ വായിൽ വിളിച്ചു പറയുന്ന ആൾ വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങിയ കാര്യങ്ങളിലൊന്നും ഒരു പൈസ പോലും മകൾക്ക് വേണ്ടി താൻ ചിലവാക്കില്ലെന്ന നിബന്ധനയിൽ നേരത്തെ പറഞ്ഞിരുന്നുവെന്നുമാണ് മകളെ ബാലയെ കാണിക്കാത്തതിന് പിന്നിലെ കാരണമായി അമൃത പറഞ്ഞത്. തൻ്റെ അഭിഭാഷകയ്ക്കൊപ്പം എത്തിയാണ് അമൃത കുറച്ചുനാൾ മുമ്പ് കാര്യങ്ങൾ പ്രേക്ഷകർക്കായി വിവരിച്ചത്. എന്നാൽ എന്താണ് ഇരുവരും തമ്മിൽ പിരിയാൻ കാരണമെന്ന് രണ്ടുപേരും തുറന്നു പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അഭിരാമി പങ്കുവച്ച പോസ്റ്റിലൂടെ ചില കാര്യങ്ങൾ പുറത്തു വരികയാണ്. പാപ്പുവിൻ്റെ ജന്മദിന വീഡിയോ പങ്കുവച്ചതിന് പിന്നാലെ വന്ന കമൻറ്റുകളും അതിന് അഭിരാമി നൽകിയ മറുപടിയിലൂടെയുമാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ഇടിച്ചുകൂട്ടി ഒരു മൂലയ്ക്ക് കിടക്കാനാണോ എന്നിട്ട് കാണിക്കുന്ന ഇമോഷണൽ ഡ്രാമയിൽ എല്ലാവരും വീഴുകയും ചെയ്യും. ഒരു ജീവിതകാലത്തേക്കുള്ള ശാരീരികവും മാനസികവുമായ ഡ്രാമ കിട്ടിയാണ് അവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇനി ഒരിക്കലുമില്ല. ലീഗൽ എത്തിക്സ് റെസ്പെക്ട് ചെയ്യുന്നത് കൊണ്ട് ഇനിയും ആ കുഞ്ഞിനെ ഇതിലൊക്കെ വലിച്ചിഴച്ച് ഡ്രാമ കൊടുക്കാതിരിക്കാനുമാണ് നമ്മൾ മിണ്ടാതിരിക്കുന്നത്. കൂടാതെ ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കാൻ നല്ല ഫ്രീ ഫ്ലോയിങ് ഫണ്ട് വേണം. നമ്മളിവിടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ നടക്കുമ്പോൾ അതോ ഇനി ഒരു റൗണ്ട് പ്രശ്നങ്ങൾക്കായി തയ്യാറെടുക്കുമ്പോൾ? കയ്യിൽ നല്ല പൈസയും മലയാളികൾ മാസ് ലെവലിൽ കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ധൈര്യവുമാണ് ഇതുപോലുള്ള ഒരുപാട് പേരുടെ ശക്തി എന്നും അഭിരാമി കമൻറ്റ് ബോക്സിൽ കുറിച്ചിരിക്കുകയാണ്. ഒന്നാമത് പാട്രിയാർക്കൽ ആയ ഒരു സമൂഹമാണ് നമ്മുടെ. പിന്നെ അതിൻ്റെ പുറകെ ചേച്ചിയുടെ ഒരു മേജർ ഡിസിഷൻ കൂടെ വർക്കായില്ല. പക്ഷെ അവർ രണ്ടുപേരും ഒരുപാട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയാണ് പിരിഞ്ഞത്. ഒരേ ചിന്താഗതിയും ഒത്തുപോകാൻ പറ്റാത്തതുമായ ശൈലികളും ഒക്കെയായിരുന്നു കാരണം. പക്ഷേ അതും ഒരു ഭാഗ്യക്കെടിഞ്ഞ് കൂടുതൽ പറയാനുള്ള ഒരു വകയായി എന്നതാണ് സത്യം. പക്ഷേ ഒന്നോർത്തൂടെ അല്ലേ, നമ്മുടെ നാട്ടിലെ ഒരു പെൺകുട്ടിയല്ലേ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ? ആരെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. കഷ്ടപ്പെട്ട് പാടി ഉറക്കവും ഹെൽത്തും ഒക്കെ സ്ട്രെയിൻ ചെയ്ത് എൻ്റെ ഫുൾ ഫാമിലി ചേച്ചിയാണ് നോക്കുന്നത്. എന്നിട്ടും അവർക്ക് സൈബർ ബുള്ളിങ് തന്നെ ഉള്ളൂ. അപ്പുറത്താണെങ്കിൽ നന്മയോട് നന്മ, ഹെവി ഡ്യൂട്ടി, PR വർക്ക് വേറെ, ഇത്രയുമൊക്കെ എടുത്തിട്ടും മാറ്റങ്ങളില്ല എന്നതാണ് സത്യം. അതുകൊണ്ടാണ് ഞാൻ പയ്യെ എൻ്റെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ ലൈഫ് ഇച്ചിരി കഴിഞ്ഞാണെങ്കിലും തുടങ്ങിയാൽ മതി എന്നുള്ളൊരു സ്റ്റാൻഡ് പോലും എടുത്തെത്തിയത്. പോരാത്തതിന് എനിക്ക് പേഴ്സണൽ റീസൺസുമുണ്ട്. ആരോടും പറയാൻ, എത്ര പേരോട് പറയാൻ എനിക്ക് പറ്റും? You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.